സെൽഫിഷ് ആട്ടോ ഇവരും മൂന്നാളും, ഈ അക്ബർ, ആര്യന്, നെവിനൊക്കെ. സ്വന്തം കാര്യം. എന്റെ പള്ളി, ഇവര് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് വയറ് നിറഞ്ഞിട്ട് അവിടെ ചെന്ന് കിടന്നിട്ട് പറയാണ് മറ്റവര് സെൽഫിഷ് എന്ന്. ആര്? അക്ബർ, ആര്യൻ, നിവിന്, ഇവര് സെൽഫിഷ്. ഇവര് മൂന്നുപേരും ഫുഡ് ഉണ്ടാക്കി കഴിച്ച്. പക്ഷെ ഇവർക്കൊക്കെ ചേർത്ത് ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അവിടെ നടക്കണ അടിയുടെ പകുതി വള്ളി പിടിക്കുന്നത് കുണുവാവയാണ്. കുണുമോളാണ് ഇത് വള്ളി പിടിക്കുന്നത്. എന്നിട്ട് പരസ്പരം അതിനകത്ത് ബൊമ്പ അടി നടക്കുമ്പോൾ നമ്മളെ അനുത ഇതുപോലെ പോയി എവിടെയെങ്കിലും അങ്ങ് ഇരുന്ന് ഇതിങ്ങനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കണം. കാരണം ഇന്നലത്തെ ഷാനവാസിന്റെ ഫൈറ്റിന്റെ തുടക്കം ഇട്ട് കൊടുത്തത് ശരിക്കും പറഞ്ഞ അനുമോളായിരുന്നു. ആ വെസല് ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് ജസ്റ്റ് ഒന്ന് വെള്ളം തെളിച്ച് കളയാം. നമുക്കിപ്പം പറയാം അക്ബറിന് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അവിടെ വെസൽ ടീം ഉള്ളപ്പോൾ വെസൽ ടീമിനെ അത് കിച്ചൺ ടീം ഏൽപ്പിച്ച് അത് ചെയ്യുക. പ്രത്യേകിച്ച് അവർ ക്യാപ്റ്റനും കൂടെയാണ് ചെയ്യുക. പക്ഷെ ഈഗോ ക്ലാഷ്. അവിടെ ചെന്നിരുന്ന് ചായ കുടിച്ച് അതിൽ അടിയായി. പാവ ഷാനവാസ് മറ്റേ നൂറ് ആര്യനുമായിട്ടൊക്കെ അവിടെ കിടന്ന് കിച്ചണിൽ പോയിട്ട് ഫൈറ്റ് എടുത്തിട്ട് തൈര് ആരെടുത്തെന്ന് ചോദിച്ചപ്പോൾ അനുമോള് പറയുന്നുണ്ടായിരുന്നു അത് നിവിൻ എടുത്തെന്ന് പറഞ്ഞത് പോരാ, ഒരു ട്യൂണിങ് ഉണ്ട് ഇങ്ങനെ നിവിൻ എടുത്തു. ഇത് കേട്ട പാടെ നൂറ പിന്നെ അവിടെ പോയി കിടന്ന് ഒരേ ഫൈറ്റ് ബഹളം കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ മിഴിച്ച് കാണിക്കുന്നത്. ഇത് വേറൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളെ ബേബിമാര് തമ്മിൽ അടിയുണ്ടായിരുന്നു. അതായത് ആര്യൻ പണ്ട് സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവന്റെ തലയിൽ നമുക്കൊരു പെണ്ണ് കേസ് എടുത്തിട്ട് കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആര്യന്റെ നേരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെണ്ണ് കേസ് എടുത്തിട്ട് കൊടുക്കും. അതോടെ ആര്യൻ ഹ്യൂമാനിറ്റി വേണം, പാവങ്ങളുടെ കബൂറല്ലേടാ, അവൻ ഒരു വല്ലാത്ത കബൂറായിപ്പോ അതോടെ. അതേപോലെ ഇന്ന് വന്നിട്ട് നൂറയ്ക്ക് തെളിയിക്കണം. ഏത് ബേബി എനിക്ക് ആര്യൻ അങ്ങനെ പറഞ്ഞതിന് ആര്യനോട് വലിയ താല്പര്യമൊന്നുമില്ല, ആര്യൻ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ നമ്മളെ നൂറയ്ക്ക് തെളിയിക്കണം. അതിന് വേണ്ടിയാണ് ഈ പറയുന്ന ഫൈറ്റ് അവിടെ കിടന്ന് രാവിലെ കിടന്ന് ആടി പിടിയൊക്കെ ആയിരുന്നു. പക്ഷെ മറ്റേ വാഹനത്തിനകത്തിരിക്കുന്ന ടാസ്ക് വന്നപ്പോൾ ഇവർ രണ്ടൊരു ഫ്രണ്ടിൽ നല്ല ആസ്വദിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിൽ ഒരാളുണ്ടായിരുന്നടാ, ഇങ്ങനെ കുറെ നേരം ഇവരെങ്ങനെ നോക്കുന്നു. എങ്ങനെയെങ്കിലും അനീഷിനെ പുറത്താക്കി കളഞ്ഞാൽ നമ്മളെ നൂറ ബേബിക്ക് ഇപ്പുറത്തിരിക്കാം, ആര്യൻ അപ്പുറത്തിരിക്കാം. അപ്പൊ ആദില ബേബിക്ക് ബാക്കിൽ സമാധാനമായിട്ടിരിക്കാം. എന്റെ ഒരു പേരിനെ സംരക്ഷിച്ചു എന്നുള്ള ഒരു സമാധാനം. ഞാൻ വിചാരിച്ച് ഇവര് രാത്രി മറ്റേ ആദ്യമേ ഇറങ്ങിപ്പോയപ്പോൾ അവിടെ പോയി കിടന്ന് ഉറങ്ങി എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഉറങ്ങിയിട്ടാണ് രാത്രി അവിടെ വന്ന് കാവല് നിൽക്കുകയാണ്. ആര്യനെയും നൂറേനെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മിക്കവാറും ബിഗ് ബോസ് തീർന്നത് വരെ ഇവരെ കാര്യത്തിൽ ഒരു ജഗപകയാവുമെന്ന് ഞാൻ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ മറ്റേ ബിഗ് ബോസ് തീർന്നു പറഞ്ഞാൽ വെളിയിൽ പോയി കിടന്ന് വമ്പ അടിയാവാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ നൂറ ഫിനാലയിൽ കയറിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ച തുടക്കത്തിൽ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആര്യൻ ഗെയിം ലീഡ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. ഇന്നത്തെ ഗെയിമിൽ ആര്യൻ ചെറിയ തോതിൽ കള്ളത്തരം കാണിക്കാൻ നോക്കി. ആ കള്ളത്തരത്തിലാണ് ആര്യൻ വീണുപോയത്. ആര് കപ്പെടുക്കും